തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സന്ദീപ് വാര്യറും സജീവമാണ്. അദ്ദേഹം എന്നോടൊപ്പം ഉണ്ട്. ഇപ്പോൾ UDFന്റെ പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. ഈ പല വിഷയങ്ങളും ചർച്ച ചെയ്ത് ഏതാണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പകുതി പിന്നിടുകയാണ്. ഇപ്പോഴുള്ളൊരു UDFന്റെ ആത്മവിശ്വാസം എങ്ങനെയാണ്? ഞങ്ങളുടെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. UDFന്റെ കൺവെൻഷൻ കഴിഞ്ഞതോടുകൂടി പ്രവർത്തകർ ഗ്രൗണ്ട് ലെവലിൽ വളരെ സജീവമായി ഹൗസ് കോൺടാക്റ്റുകളും മറ്റ് പരിപാടികളുമായി സജീവമായി നിൽക്കുകയാണ്. മലപ്പുറം ജില്ലയെ അപരവൽക്കരിക്കാനും മലപ്പുറം ജില്ലയെ ഒരു ബാഡ് ലൈറ്റിൽ നിർത്താനും വേണ്ടി വളരെ ആസൂത്രിതമായി സംഘപരിവാർ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമാണ്. ഒരുപക്ഷെ RSSനെയും സംഘപരിവാറിനെയും വെല്ലുന്ന തരത്തിൽ അവരുടെ മലപ്പുറം ജില്ലാ വിരുദ്ധ നിലപാടുകൾ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്നത് CPM-ഉം മുഖ്യമന്ത്രിയുമാണ് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. അത് തീർച്ചയായിട്ടും ഈ നിലമ്പൂർ മണ്ഡലത്തിലും സജീവ ചർച്ചാ വിഷയമാകും. സംഘപരിവാറിന് കാലങ്ങളായിട്ടുള്ള ഒരു തരത്തിലുള്ള മുസ്ലിം വിരുദ്ധത, ആ മുസ്ലിം വിരുദ്ധത ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം കൊണ്ടു നടക്കുന്നതും പ്രചരിപ്പിക്കുന്നതും RSSനേക്കാൾ ഭംഗിയായി ആ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരുമാണ്. കേരളത്തിൽ RSSും RSSൻ്റെ നേതാക്കളും പറയുന്നതിനേക്കാൾ കൊടിയ വർഗീയ വിഷലിപ്തമായിട്ടുള്ള പ്രചരണങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേരിട്ട് നടത്തിയത് മുഖ്യമന്ത്രിയാണ്. ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖം നോക്കിയാൽ മതിയല്ലോ. ഇപ്പോൾ ഈ BJP ആദ്യം ഇവിടെ സ്ഥാനാർത്ഥി വേണോ വേണ്ടയോ എന്ന് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥിയെ നിർത്തി. അതിനുശേഷം അവരുടെ തന്നെ ഒരു ഘടകകക്ഷിക്ക് മറ്റൊരു സ്ഥാനാർത്ഥിയുണ്ട്, സോഷ്യലിസ്റ്റ് ജനതാദളിലുണ്ട്, മറ്റൊരു RSS പ്രവർത്തകൻ മത്സരിക്കുന്നു, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ എത്തുന്നു. ഈ നിലമ്പൂരിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചലനം സൃഷ്ടിക്കാൻ BJPക്ക് കഴിയുമോ? ഒരു ഇമ്പാക്റ്റും ഇല്ല. ഇവിടെ നേരിട്ടുള്ള മത്സരം LDF UDF പോരാട്ടമാണ്. 9 വർഷത്തെ കാലത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ജനവിരുദ്ധ ഭരണം നിലമ്പൂരിൻ്റെ തെരുവുകളിൽ UDF വിചാരണ ചെയ്യും. ജനങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത് ഇത് ഒരു LDF UDF പോരാട്ടമായിട്ട് തന്നെയാണ്. അതിലപ്പുറം ഇവിടെ വേറെ ഏതെങ്കിലും സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അൻവറിനോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് LDF UDF പോരാട്ടമാണ്. അവിടെ 10-12 സ്ഥാനാർത്ഥികൾ ഉണ്ടാവാം. ഇപ്പോൾ ഹിന്ദു മഹാസഭയുടെ സ്ഥാനാർത്ഥി ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥി വോട്ടർ പട്ടിക പേരിൽ ആർക്കും നോമിനേഷൻ കൊടുക്കാമല്ലോ. അതിലപ്പുറം ഒരു പ്രസക്തി തന്നെയില്ല. എന്തായാലും LDF UDF പോരാട്ടം എന്നതിൽ തന്നെ നിന്നുകൊണ്ടുള്ള പ്രചരണമാണ് UDF നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1, നിലമ്പൂർ.